വണ്ടൂർ മേഖലയിലെ രുചിയുടെ തമ്പുരാക്കന്മാരായ കുമ്മാളി ബാലേട്ടൻ്റെയും കുമ്മാളി രാജേഷിൻ്റെയും വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്നാൽ ഇന്നത്തെ താരം ഇവർ രണ്ടുപേരുമല്ല, പകരം രാജേഷിൻ്റെ മകളായ അഭിരാമിയാണ്. ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി എക്സാം റിസൾട്ട് വന്നപ്പോൾ മേഖലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച മിടുക്കിയാണ്. അതും കൊമേഴ്സ് എടുത്ത് പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച മിടുക്കിയാണ് അഭിരാമി. അഭിരാമിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം. അഭിരാമി, അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇത്തവണ നമ്മുടെ വണ്ടൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ ഈ അഭിമാന മുഹൂർത്തത്തിൽ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. കൂടെ നിന്ന് എല്ലാവർക്കും ഗ്രേറ്റ്ഫുൾ ആണ്. സന്തോഷം, ഹാപ്പി. കൊമേഴ്സ് ആണ് എടുത്തത്. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 1200-ൽ 1196. അപ്പൊ പോയത് 4 മാർക്കേ ഉള്ളൂ അല്ലേ? അതുപോട്ടെ. എന്തായിരുന്നു ഈ നമ്മളെ ഈ സമയത്ത് നമ്മൾ അധിക കുട്ടികളും ഇപ്പോൾ SLCക്ക് ഫുൾ A+ ഉണ്ടായിരുന്നല്ലോ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടികൾക്കൊക്കെ സയൻസ് എടുത്ത് പഠിച്ച് അതിന്റെ മേഖലയിലേക്ക് ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ ആ ഒരു മേഖലയിൽ പോകാനുള്ള താല്പര്യമാണ്. അഭിരാമി എന്തുകൊണ്ടാണ് കൊമേഴ്സ് എടുക്കാൻ തോന്നിയത്? എന്തോ ആയിരുന്നു കൊമേഴ്സ് എടുക്കാനുള്ള താല്പര്യം? ഒന്നാമത് ഫസ്റ്റ് തിങ്, സയൻസിന്റെ കോറായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, എഞ്ചിനീയറിംഗും മെഡിസിനും ഒന്നും. പിന്നെ ആലോചിച്ചപ്പം എനിക്ക് കുറച്ചും കൂടെ കണക്ഷൻ തോന്നിയത് ഈ മാനേജ്മെന്റ്, ബിസിനസ് ആ ഒരു മേഖലയ്ക്കാണ്. അപ്പൊ പിന്നെ ഐ തോട്ട് കൊമേഴ്സ് എടുക്കാം. അങ്ങനെ ബിസിനസ്സിലേക്കാണ് താല്പര്യം. നല്ല അതിൻ്റെ ഒരു മാനേജ്മെന്റ് ഭാഗത്ത് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ VMCയിലാണ് പഠിച്ചത്. എന്താണ് VMCയെ കുറിച്ച്? എത്ര വർഷം VMCയിൽ പഠിച്ചു? ഞാൻ 6th മുതൽ VMC. ഓക്കെ. സ്കൂൾ ഒരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ? വണ്ടൂരിലെ ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം VMC ഒരു വൈബാണ്. അത് പഠിക്കുന്നതിന് മുമ്പും പഠിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞാലും VMC ഒരു ഹരാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്താ അഭിരാമിക്ക് പറയാനുള്ളത്? അതെ, VMC ചെറുപ്പം തൊട്ടേ പഠിച്ചിരുന്ന സ്കൂളായതുകൊണ്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയൊരു സ്കൂളാണ്. ഒരുപാട് പഠിക്കാൻ പറ്റി, കുറെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാൻ പറ്റിയ, കുറെ ലെസൺസ് പഠിക്കാൻ പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്ഥലമാണ്, നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ വിജയത്തില് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്, നന്ദി പറയുന്നത് ആരോടാണ് ശരിക്കും? പേരൻസ്, അമ്മ, അച്ഛൻ, ടീച്ചേഴ്സ്, എല്ലാവരും സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ് ഉണ്ടാക്കാതെ കഴിയുന്നത്ര പീസ്ഫുൾ ആയിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിച്ചു തന്നു. കൂടെ നിന്നിട്ടുണ്ട് എക്സാം കഴിയുന്നവരെ. എക്സാം കഴിഞ്ഞിട്ടും റിസൾട്ട്സിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വരുന്നവർക്ക് വരട്ടെ അങ്ങനെ പറഞ്ഞ് ടീച്ചേഴ്സ് ആണെങ്കിലും ഡൗട്ട് ക്ലിയറൻസും എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ക്ലാസ് ടീച്ചർ ആയാലും ബാക്കി സബ്ജക്ട് ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഒരേപോലെ എല്ലാ കുട്ടികളെയും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അവരോട് ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ അക്കാദമിക്കായിട്ട് പ്രതീക്ഷിച്ച ഒരു വിജയം കിട്ടി. ഞങ്ങൾക്കൊക്കെ അറിയാം അഭിരാമി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒത്തിരി നല്ല പ്രകടനം കാഴ്ച, സബ് ജില്ലയിലൊക്കെ പങ്കെടുത്ത് സ്കൂളിന് വേണ്ടി പങ്കെടുത്ത് വിജയിച്ച ആളാണ്. ഏതൊക്കെ ആയിരുന്നു സാധാരണ കഴിഞ്ഞ തവണയൊക്കെ ഹയർ സെക്കൻഡറിക്ക് വന്നതിന് ശേഷം വിജയിച്ച അല്ലെങ്കിൽ പെർഫോം ചെയ്ത കാര്യങ്ങൾ? ഞാൻ ഇംഗ്ലീഷ് എലക്യൂഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷൻ, പിന്നെ മാർഗംകളി ആയിരുന്നു. മാർഗംകളിയിൽ പാട്ട് പാടാനായിരുന്നു. എലക്യൂഷനും മാർഗംകളിയാണ് ജില്ലയിലോട്ട് പോയത്, സബ് ജില്ല ഫസ്റ്റ് ആയിട്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ഒരു 4 കൊല്ലം പഠിച്ചിട്ടുണ്ട്. 4 കൊല്ലം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ കൂട്ടുകാർ പിന്നാലെ വരുന്ന കുറെ കൂട്ടുകാരുണ്ട്. ഈ ഒരു വലിയ വിജയം കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്താണ് പുതിയ കൂട്ടുകാരോട് പഠിക്കുന്നതിനെ കുറിച്ച്, വിജയിക്കുന്നതിനെ കുറിച്ച്, ലക്ഷ്യപ്രാപ്തിയെ കുറിച്ച് പറയാനുള്ളത്, ലക്ഷ്യബോധത്തെ കുറിച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റ് ഉള്ളത് ചൂസ് ചെയ്യുക. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്. പേരൻസും ഫ്രണ്ട്സ് ആ സ്ട്രീമാണ്, പേരൻസ് ഈ സ്ട്രീമാണ് പറയുന്നതെന്ന് പറഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ഏതാണോ നമുക്ക് ഇൻട്രസ്റ്റ്, ഏതാണോ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്ത് അതിൽ കുറച്ച് എഫേർട്ട് ഇട്ടാൽ ഉറപ്പാണ് നല്ല റിസൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ അഭിരാമിക്ക് ഒരുപാട് വിജയങ്ങൾ നേരുകയാണ്. അഭിരാമിയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഭാവിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ഒരു മാനേജ്മെൻറ്റ് മേഖലയിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ ഈ സമൂഹത്തിന് കഴിയട്ടെ. അഭിരാമിയുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. ഈ കുടുംബത്തിന് ഈ വർഷം ഇരട്ടി മധുരത്തിൻ്റെ വർഷമാണ്.
അക്കാദമിക് കാര്യത്തിൽ. കാരണം ചേച്ചിക്ക് മേഖലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചപ്പോൾ തന്നെ ഈ വർഷത്തെ USS കരസ്ഥമാക്കിയിരിക്കുകയാണ് അനിയത്തിയായിട്ടുള്ള അഭിനവനയ്ക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.